പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സമ്പൂർണ്ണമായി നിയമസഭയിൽ നടത്തുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനത്തിന് പിണറായി വിജയൻ എത്തുകയാണ്. നയപ്രഖ്യാപനത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണമാണ് നമ്മൾ അറിയാൻ ഇരിക്കുന്നത്. സർക്കാർ നയം പ്രഖ്യാപിച്ചു. ഇനി ആ നയപ്രഖ്യാപനത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തുന്ന വാർത്താ സമ്മേളനം എന്ന കൗതുകം, ആദ്യത്തെ വാർത്താ സമ്മേളനം എന്ന കൗതുകം അതിനുണ്ട്. നയപ്രഖ്യാപനത്തെ സ്വാഭാവികമായിട്ടും വിമർശിക്കും. അത് പ്രതിപക്ഷ നേതാക്കൾ അങ്ങനെയാണ് ചെയ്യാറ്. നയപ്രഖ്യാപനത്തോടുള്ള വി.ഡി. സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. കേരളത്തിൻ്റെ പ്രത്യേകത വെച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിച്ചുകൊണ്ടിരുന്ന സമീപനവും അപ്പം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ നോക്കിയാൽ പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടവയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ കാര്യങ്ങൾ നഷ്ടപ്പെടാനാണ് ഇടയാക്കിയത്. കാരണം അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന പോലും ക്ലാരിറ്റി ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഒരു ബ്രീഫായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. നയം പ്രഖ്യാപിച്ചു എന്നതിനേക്കാൾ നയരാഹിത്യം ആണ് അതിൽ കാണുന്നത്. കേന്ദ്രത്തോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്.